ഹലോ ഡോക്ടർ ആ ബോഡി ഐഡന്റിഫൈ ചെയ്തോ? യെസ്, അത് കാണാതായ കിരൺ തന്നെ. ഡോക്ടർ ആ റിപ്പോർട്ട് എപ്പോൾ തരും? പ്രിലിമിനറി റിപ്പോർട്ട് വേഗം തരാം. ഫൈനൽ റിപ്പോർട്ട് കുറച്ച് ദിവസം എടുക്കും. ചാക്കിനുള്ളിൽ നിന്ന് ഒരു കത്തി കിട്ടിയോ? യെസ്. ഒരു കറുത്ത പിടിയുള്ള കത്തിയാണോ? അതെ. കത്തിയുടെ കൂടെ രക്തം പുരണ്ട ഒരു തുണി ഉണ്ടായിരുന്നു. ഉണ്ട്, കട്ടിയുള്ള ഒരു ടവൽ. ചാക്കിനുള്ളിൽ നിന്നൊരു ലാപ്ടോപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. താങ്ക് യു ഡോക്ടർ. കണ്ടോ, കാണാതെ പോയ ലാപ്ടോപ്പ് അയാളുടെ വീട്ടിലില്ല, ഓഫീസിലില്ല, ബോഡിയുടെ കൂടെയുമില്ല. വേറൊരു സാധനം മോഷണം പോയിട്ടുമില്ല. അതിനൊറ്റ വിശദീകരണമേ ഉള്ളൂ. ലാപ്ടോപ്പ് കൊണ്ടുപോയത് ആ കൊലയാളി തന്നെയാണ്. കൊല നടക്കാൻ കാരണമായ എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും, തീർച്ച. ഒരാൾക്കും അയാൾ അറിയാതെ ഇത്ര വലിയ ശത്രു ഉണ്ടാവില്ല. നമുക്ക് ആ വഴിക്ക് തന്നെ അന്വേഷിക്കാം. കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ, ഇതുവരെ വിളിച്ചിട്ടില്ല. അയാളുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫാ. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതു മനുഷ്യനും ഉണ്ടാവില്ലേ ഒരു ശത്രു? ഞാൻ ഇവിടെ വെച്ച് മാത്രമേ അദ്ദേഹത്തെ കാണാറുള്ളൂ. ഇവിടെ വരുന്ന എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റാ. സ്ത്രീകളോടും വളരെ ഫ്രണ്ട്ലി ആയിരുന്നോ? അതെ മാഡം. അതിലാരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു അടുപ്പം ഉണ്ടായിരുന്നോ? അതറിയില്ല, പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അതെന്താ? കാണാൻ നല്ല ഹാൻഡ്സമാ, പിന്നെ നല്ല പെരുമാറ്റം. ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഫോൺ നമ്പറും അഡ്രസ്സും ഇല്ലേ? ഉണ്ട് മാഡം. അതിന്റെ ഒരു കോപ്പി വേണമല്ലോ. തരാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് സംശയകരമായ രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. സംശയകരമായ ഒരു ഫോൺ കോൾ? ഇല്ല സാർ. ഇവിടെ സാധാരണ വന്നുകൊണ്ടിരുന്ന ആരെങ്കിലും ഇപ്പോൾ വരാതിരിക്കുന്നുണ്ടോ? ഇല്ല സാർ, എല്ലാവരും തന്നെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കണം. അറിയിക്കാം സാർ. കേട്ടെടുത്തോളം ഇയാൾക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അതിലേതെങ്കിലും ഒരു ബന്ധം അതിരുവിട്ടതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ സഹോദരനോ അച്ഛനോ ആയിരിക്കും ഈ കൊല നടത്തിയത്. കിരണിന്റെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. സാറ് പറഞ്ഞത് ശരിയാണ്. വിളി കൂടുതലും സ്ത്രീകളുമായിട്ടാണ്. അവർ തിരിച്ചും വിളിക്കാറുണ്ട്. പക്ഷെ അതിലൊരു നമ്പർ മാത്രം ഡിഫറെൻ്റ് ആണ്. ആ നമ്പറിൽ നിന്ന് ആദ്യത്തെ കോൾ വരുന്നത് കിരൺ കാണാതാവുന്നതിന് ഒരാഴ്ച മുമ്പാണ്. കിരൺ തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുന്തം പോയ കുടത്തിലും തിരയണം. ആ നമ്പർ ട്രേസ് ചെയ്തോ? അതൊരു ശ്രുതി ജോൺ സാമുവൽ, നമ്മുടെ സാമുവൽ ഗ്രൂപ്പിന്റെ ഓണറിന്റെ മോള്. എന്ന് വെച്ചാൽ ഡോക്ടർ അരുണിന്റെ ഭാര്യ? അത് തന്നെ. ഡോക്ടറിന്റെ ഭാര്യയ്ക്ക് ഇയാളുമായിട്ട് എന്താ ഇടപാട്? നമുക്കത് അവരോട് തന്നെ ചോദിക്കാം. ശ്രുതി സാമുവൽ? അതെ, ഞാൻ മീര മോഹൻദാസ്, ASP. ഇത് SP നന്ദകുമാർ. ഹലോ സർ. ഞങ്ങൾക്ക് ഭർത്താവിനെ അറിയാം, ഇദ്ദേഹത്തിന് ശ്രുതിയുടെ ഫാദറിനെ. ഞങ്ങൾ വന്നത് ഒരു വിവരം അറിയാനാ. ഒരു കിരണിനെ അറിയോ? ഒരു ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന? ആ, അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. ഈ അടുത്തെങ്ങാനും നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ടിരുന്നു. എന്നായിരുന്നു അത്? ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ. എവിടെ വെച്ച്? സെന്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത് വെച്ച്. എത്ര മണിക്ക്? രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോ. പിന്നീട് അയാളെ ഫോണിൽ വിളിച്ചോ? ഇല്ല. പ്ലീസ് കം. ആദ്യം നിങ്ങൾ അയാളെ വിളിക്കുകയായിരുന്നോ അതോ അയാൾ നിങ്ങളെ വിളിക്കുകയായിരുന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. എന്താണ് സംസാരിച്ചത്? കോളേജിലെ പഴയ കാര്യങ്ങളൊക്കെ. എത്ര തവണ വിളിച്ചു? കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു 5-6 പ്രാവശ്യം. ഏറ്റവും ഒടുവിൽ എന്നാ സംസാരിച്ചു? അത് അതാ ഫോണിൽ നോക്കി അറിയാലോ.